ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റവ നമ്മൾ ഉപ്മാവ് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് ഉരുട്ടി സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കരുതും ഉപ്മാവായിട്ട് കഴിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. കൂടെ ഞാൻ ഈസി ആയിട്ടൊരു ടൊമാറ്റോ ചട്നി കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 കപ്പ് റവയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ താളിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം പൊടിയിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പ് ചേർത്തൊന്ന് നല്ലൊരു വഴറ്റി കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുളകെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു ചെറിയ സവാള മതി, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആയിട്ട് ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ക്യാരറ്റും കൂടെ ചേർക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഹെൽത്തി ആയിരിക്കും. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂടുവെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ കുറേശ്ശായിട്ട് ഇതുപോലെ വിതറി കൊടുക്കണം. റവ ഇടുന്ന സമയത്ത് തന്നെ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിക്കും. റവ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റവയിൽ വെള്ളമെല്ലാം വറ്റി ഒരു കുറുകിയ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പാൻ മൂടി 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കൂടുതൽ സമയം വെക്കരുത്. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് കൂടുതൽ ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ മിക്സ് ഇപ്പോൾ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം. ഒരു ചെറിയ ഉരുള മാവ് കയ്യിലെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത മാവിൻ്റെ നടുവിലായിട്ട് വിരൽ വെച്ച് ഇതുപോലെ ഒരു ഹോൾ പോലെ ആക്കിയെടുക്കണം. പിന്നെ ഇത് കൈ കൊണ്ടൊന്ന് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് പതുക്കെ ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന അട നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും നേരിട്ട് വെച്ച് കൊടുക്കരുത്. സ്റ്റീമറിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്റ്റീമറിൽ നിന്നുള്ള വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതിങ്ങനെ പൊട്ടിപ്പോകാനും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇപ്പോൾ പ്ലേറ്റ് ഇല്ലെങ്കിൽ തന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നിരത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റീമർ മൂടി നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. 8 തൊട്ട് 10 മിനിറ്റ് വരെ മതിയാകും. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്താൽ മതി. ചൂടോടെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത്ര നല്ല സോഫ്റ്റാണ്. ഇത് തണുത്ത് വരുന്ന സമയം കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടി കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒരു മീഡിയം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 3 മീഡിയം തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ വെണ്ണ പോലെ അരയേണ്ട, ചെറിയ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ചട്നി കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചട്നിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് പൊട്ടിക്കാം. ചെറിയ ജീരകം ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി.
കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് മുറിപ്പിക്കണം. ഇതിലേക്ക് 2 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായമെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം. ചട്നി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ കൊഴുക്കട്ടയുടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്